ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഗുഡ് ഈവനിങ് കേട്ടോ. ഇന്ന് 3-ാമത്തെ മാസത്തിലെ മേജർ സ്കാനിങ് ആണ്. ഇന്ന് ഡബിൾ മാർക്ക് ചെക്ക് എന്ന് പറയുന്ന നമുക്ക് ഒരു സ്കാനിങ് നമുക്ക് ഹോസ്പിറ്റലിനകത്തും ഒരു സ്കാനിങ് നമുക്ക് ഹോസ്പിറ്റലിൽ പുറത്തും ചെയ്യാനുണ്ട് കേട്ടോ. പെട്ടെന്നാണ് 3 മാസം പോയെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. മൃദുലത്തെ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭയങ്കര മടിയുടെ അല്ല, വൈകിയ ഒന്നത്തെ കാര്യം ഇന്നലെ ചുമയും രാത്രിയൊക്കെ വൊമിറ്റിങ്ങൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഭയങ്കര ബോഡി ഭയങ്കര വീക്കാവും. പിന്നെ രാവിലെ എണീക്കാനൊക്കെ വലിയ പാടാണ്. പിന്നെ അതിങ്ങനെ എണീറ്റ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. ഹോസ്പിറ്റലിൽ പോകാം, സ്കാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇന്ന് മുതലേക്ക് ഡ്രസ്സ് എടുക്കണം കേട്ടോ. ഡ്രസ്സ് കുറേ ടൈറ്റായി അവർക്ക്. പഴയ ഡ്രസ്സുകളൊക്കെ ഇപ്പം നല്ല വണ്ണം പറ്റും. മുതലേ പാല് കാച്ചാൻ വേണ്ടി പോകുന്നു. കഴിക്കാൻ വേണ്ടി ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. മസാല ഇട്ടത് എനിക്ക് വേണം. കണ്ടിപ്പരിപ്പൊക്കെ മനമറുപ്പാ. അയ്യോ, മനമറുപ്പുള്ള കൊച്ചാണ്. എല്ലാം ഒന്നും കഴിക്കത്തില്ല, വലിയ പാടാ. പഴങ്കഞ്ഞി, ചക്ക, തൈര്, മീൻ പൊരിച്ചത്. മൃദുലയ്ക്ക് ഇപ്പൊ പഴങ്കഞ്ഞി ഇഷ്ടമാണ് കേട്ടാ, ഭയങ്കര ഇഷ്ടമാണ്. പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോലും പാത്രം കുടിച്ചിട്ട് ഏട്ടന് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇതൊക്കെ തിന്നി ഞാൻ കൊച്ചിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാ പാല് കാച്ചുന്നു കേട്ടോ. ഇന്ന് എന്തോ കഴിക്കാൻ എന്തോ ഇഡലി, ചമ്മന്തി കറി, സാമ്പാർ. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹേ ഗൈസ്, ബാക്കി വീട്ടിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്ന കുറച്ച് ഹെയർ കെയർ ടിപ്സ് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നമ്മുടെ മാമഎർത്തിന്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സെറം. റോസ്മേരി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോസ്മേരി കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് മാമഎർത്ത് അവരുടെ ഹെയർ ഓയിൽ, ഷാമ്പൂ, കണ്ടീഷണറും ന്യൂലി ലോഞ്ച് ചെയ്ത നമ്മുടെ ഈ ഒരു സ്കാൽപ്പ് സെറവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സെറം നമ്മുടെ സ്കാൽപ്പിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഓയിലി ലുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സെറം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ 12 ആഴ്ചക്കുള്ളിൽ പുതിയ മുടി വളരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ 95% പ്യൂർ റോസ്മേരി ഓയിലും അതുപോലെ തന്നെ 4% ആൻകെയിൻ ആൻഡ് മെത്തിൻ ഡെന്നയുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സിമുലേറ്റ് ചെയ്തുകൊണ്ട് 14 ആഴ്ച കൊണ്ട് പുതിയ മുടി വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെയർ ഗ്രോത്തിന് അറിയപ്പെടുന്ന മെഡിസിനായ മിനോക്സിഡിനെക്കാട്ടിലും എഫക്റ്റീവും സേഫറുമാണ് നമ്മുടെ റോസ്മേരി ഹെയർ ഓയിൽ. എന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു 3 പ്രോഡക്റ്റ് ആണ്. ഒന്ന് മാമഎർത്തിന്റെ ഷാമ്പൂ, പിന്നെ ഒരു കണ്ടീഷണർ, പിന്നെ അതുപോലെ തന്നെ റോസ്മേരിയുടെ ഈ ഒരു സ്കാൽപ്പ് സെറവും. അപ്പോൾ നിങ്ങൾ മാമഎർത്തിന്റെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക. അത് അവർ റിസർച്ചിലൂടെ അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ മാമഎർത്തിന്റെ പ്രോഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിയർ ബൈ സ്റ്റോറുകളിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് നമ്മുടെ മാമഎർത്തിന്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ മൃദുലയുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടോ, പോകുന്ന വഴിക്ക് കുടിച്ചു പോകാൻ വേണ്ടിയാണ്. ഇവള് വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിയാണ്ട് ഇതിനകത്താകുമ്പോൾ കണ്ട കറക്റ്റ് ടൈം ഉണ്ട്. 8 മണി തൊട്ട് 1 മണിയാകുമ്പോൾ കറക്റ്റ് 1 ലിറ്റർ വെള്ളം. നമ്മൾ ഒരു ദിവസം സാധാരണ ഒരാൾ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇവിടെ പ്രഗ്നന്റ് കൂടി ആയതുകൊണ്ട് എന്തായാലും ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം കേട്ടോ. പക്ഷേ ഇവള് 2 ലിറ്റർ പോലും കുടിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് കറക്റ്റ് 1 മണിയാകുമ്പോൾ ഇത് റീഫിൽ ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് 1 മണിക്കുള്ളിൽ ഈ ഒരു ബോട്ടിൽ 1 ലിറ്റർ വെള്ളം കുടിച്ച് തീർത്തിരിക്കണം. ഞാൻ വാങ്ങിച്ചു, അവക്കൊരു കമ്പനിക്ക് വേണ്ടിട്ട് നാണം വാങ്ങി ഒരു കുപ്പി. അതാണ് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ റിസൾട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഡോക്ടറിനെ പോയി കാണാനായിട്ട് പറ്റത്തുള്ളൂ. മൃദുല സ്കാനിങ്ങിന് എഴുതി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മളവിടെ വെയിറ്റിംഗ് ആണ്, ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി കുറേ നേരം ഇവിടെ ഇരിക്കണം. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു യൂറിൻ്റെ ഒരു ടൈം ആയാലേ നമുക്ക് സ്കാനിങ്ങിൻ്റെ ഒരു കറക്റ്റ് റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മൃദുല അവിടെ അത് എഴുതി കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ ഉച്ചയാവും. ഇനി ഇവിടെ നമുക്ക് അകത്തുനിന്ന് ഒരു സ്കാനിങ് ഉണ്ട്, അതേപോലെ നമുക്ക് പുറത്തുനിന്ന് വേറൊരു സ്കാനിങ് കൂടെ എടുക്കാനുണ്ട് കേട്ടോ. എന്തോ പറ്റി രമണ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇവിടെ വന്നിരുന്നാലേ ആശുപത്രി കയറിയാലേ എനിക്ക് ക്ഷീണമാ. എന്താ അതറിയാതെ കുറേ നേരം വയസ്സ് ഇരിക്കുന്നത്. ഇതുവരെയും ആളുണ്ട്, ക്യൂ ഉണ്ട്. അരമണിക്കൂർ കൂടുതലായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ചിരിക്കാനൊക്കെ
നടക്കത്തില്ല. അഞ്ചു മാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമല്ലേ? വീഡിയോ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ടാണ്. ഈ പൊസിഷൻ മാറുമല്ലേ പിന്നെ കമലൊക്കെ ചെയ്യും ആണല്ലേ? അതിന്റെ ഉള്ളിൽ ഇത്രയും സ്ഥലമുണ്ടല്ലോ, അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഗായ്സ്, അപ്പോൾ നമ്മള് ചെക്കിങ് കഴിഞ്ഞു, നമ്മള് സ്കാനിങ് കഴിഞ്ഞു, ഇറങ്ങി. എന്റെ കൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് നമ്മൾ കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന്. സത്യമേ കഴിഞ്ഞാട്ടോ വന്നപ്പോഴും ഈ കൈയും കാലെല്ലാം ഫോമായില്ലേ. എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞ വേലി വരുത്ത്. സത്യം പറഞ്ഞു എനിക്ക് കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ ഭയങ്കര ഹാപ്പി. അയ്യോ എന്തോ വേറൊരു ഫീലായിരുന്നു കൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫീല് ഭയങ്കരമായിരുന്നില്ലേ? അയ്യോ ഞാൻ നോക്കി വന്നപ്പോ മൃദുല കിടന്ന് കരഞ്ഞോട്ടാ കിടക്കുന്നത്. അത് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കരയിലേ പേടിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ഹസ്ബൻഡ് പേടിക്കും കരയില്ലേന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല ഇത് ബ്ലഡിലാ ടെസ്റ്റ് ചെയ്യുന്നത്. ഡബിൾ മാർക്കർ ബ്ലഡിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന്റെ റിസൾട്ട് കിട്ടാൻ 5 ദിവസം എടുക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇനി ഈ 2 റിസൾട്ടുമായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പോയി ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഏറ്റവും സന്തോഷം ഇന്നത്തെ ഡേ തന്നെ അടിപൊളിയായത്. എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റി. എനിക്ക് അത് ഇവിടെ എന്തൊരു അടങ്ങി കിടക്കുന്നില്ല, 360 ആംഗിളിൽ കിടന്ന് കറങ്ങണ് കയ്യും കാലും. അപ്പൊ ഡോക്ടർ മൂലയിലും കിടന്ന് അപ്പൊ മൃദുലായിട്ട് തിരിഞ്ഞിടക്കാൻ പറഞ്ഞു. തിരിഞ്ഞു കിടന്നപ്പോ പോണെന്ന്. ഇത് ഞാൻ പറയുന്നത് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ എന്തോ നമുക്ക് ഭയങ്കര ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഞാൻ അപ്പോഴും അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ കുഞ്ഞിനെ കണ്ടമ്മ. ആ ഒരു സന്തോഷം കഴിച്ചു അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കുമല്ലേ? വിശക്കുന്നില്ലേ? അവിടെ ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഫുള്ളാണ് കൈസ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇനി ഇപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. ഒരു വെയിലാണ്, പിന്നെ വണ്ടി കയറാൻ പോലും പറ്റത്തില്ല. അതോ നമ്മളെ വണ്ടി ദോ കിടക്കുന്ന നോയസ് ചലഞ്ച് ചെയ്ത് അതേ ഫീലാണ് ഇങ്ങനെ ഈ വെയിലത്തിട്ടിട്ട് കയറുമ്പോൾ. എന്റെ പൊന്നോ കൈസ്. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടെ ഊണ് വേണമെന്നുണ്ടായിരുന്നു. മൃദുലയ്ക്ക് ഇവിടെ ഈ തമിഴ്നാട്ടിലെ ചെറിയ ചെറിയ പൊന്നി ഏരിയ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടം ഈ ശരവണ ഭവൻ അങ്ങനത്തെ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോ. നമ്മുടെ ഉച്ചയ്ക്കുള്ള മീൽസിൽ എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട് കേട്ടോ. രസം, അവിയല്, പായസം ഉണ്ടോ? ഇതെടുത്ത് വെളി വെക്കണോ? ഇല്ലേ ചോറും ഉണ്ടോ എന്ന് ചോദിച്ചു. പരിപ്പിന്ന് തുടങ്ങാം. പൊളി ടേസ്റ്റ് കേട്ടാ, സീരിയസ്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ടല്ലേ? ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. മൃദുലതേ ഒരു ആപ്പിൾ ജ്യൂസ്. ഇവിടെ ഇരുന്ന് പായസം കുടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഷുഗറൊക്കെ കുറച്ച് കഴിച്ചു. ഞാനും മധുരം കഴിക്കാറേ ഇല്ല. ഗായ്സ്, അപ്പോൾ ഇനി അടുത്ത പരിപാടി ഡ്രസ്സ് എടുപ്പ്. നമുക്ക് ഒന്നും സൈസ് അല്ല കേട്ടോ. ഇപ്പം പഴയ ചുരിദാറൊക്കെ താണ്ട് ഇവിടം വരെ വരുന്നുള്ളൂ, താഴോട്ട് ഇറങ്ങുന്നില്ല. കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ള നൈറ്റി, അമ്മ പറഞ്ഞ് നൈറ്റി ഒക്കെ എടുക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴേ കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ള എടുത്തോ. അതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാലും ഇടാമല്ലോ. മൃദുല നേരത്തെ നല്ല അടിച്ച് സ്കിൻ ഫിറ്റൊക്കെ ആയിട്ടിടുന്ന ആളായിരുന്നു. മൃദുല ബാസ്ക്കറ്റിൽ 3-4 ഡ്രസ്സും സെലക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. എത്ര ട്രൈ ചെയ്യാൻ പോകുന്ന? 4. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ലൂസുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കൊള്ളാം. ഇത് എടുത്തോ. ഇനി ഇവിടെ ഇങ്ങനെ വലിയും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇടാം. 500 ഉള്ളതുകൊണ്ട് വൃത്തിയിടില്ല. ഇത് മതി. ഇങ്ങനെ ഈ ടൈപ്പ് എടുത്താൽ മതി ചേട്ടാ. ഇനി കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇത് വേണ്ട, ഡിസ്ക്വാളിഫിക്കേഷൻ. ഇത് കൊള്ളാടി, ഇതെടുത്തോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയൽ ഇടാൻ സുഖമുണ്ടോ? ഭയങ്കര സുഖം. തണുപ്പ് ഇതിട്ടപ്പോ ആദ്യമായിട്ട് പെട്ടെന്ന് എത്ര സെലക്ട് ആവുന്നത്. നോക്ക്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അയ്യോ എത്ര നേരമായില്ലേ. ഊണൂടെ കഴിച്ചോളൂ, നമ്മൾ ഉറക്കം നല്ല കടന്നായിട്ട് ഉറങ്ങും. അതെ എല്ലാം സാറ്റിസ്ഫൈഡ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ചെന്ന ഉടനെ കിട്ടില്ല, ഇത് ചെന്ന ഉടനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് മറ്റേത് 100 എണ്ണം ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഓർമ്മ
അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ചീമച്ചക്കാണോ? മറ്റേ ചീമച്ചക്ക എന്തെങ്കിലും പറയാം. ഇത് എത്ര വില ചീമച്ചക്ക? 1 കിലോ 2 കിലോ എടുത്തു. ചീമച്ചക്ക വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം, സൂപ്പറാണ്. മറ്റേ തീയൽ അടിപൊളി ടേസ്റ്റ്. തീയൽ മാത്രമല്ല, ഇത് പുഴുങ്ങുകയും ചെയ്യാം, വീട്ടില് അമ്മ ഉണ്ടാക്കും. കറിയും വെക്കാം. ഏട്ടാ നിനക്ക് ക്ഷീണമെന്നെ കുറിച്ച് ഞാൻ ഓർത്തിക്കാം. എന്തൊക്കെയായിരുന്നു, ലൈസൻസ് എടുക്കണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്റെ പൊന്നോ, ലൈസൻസും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കാശ്മീർ പോയിട്ട് വന്നിട്ട് ലൈസൻസിനൊക്കെ എടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു നമ്മുടെ. പക്ഷെ അപ്പോഴത്തേക്കും പിന്നെ പ്ലാൻ തകർത്തത്. ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞ് അടുത്ത വർഷമൊക്കെ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സമയമുണ്ട് ദാസ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. ഒരു ദിവസം ഈ സ്കാനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടി, പിന്നെ അന്നത്തെ ദിവസം പരിപാടി നടക്കുന്നില്ല. ഇന്ന് ഡോക്ടറെ കണ്ടില്ല, ഡോക്ടറെ കാണുന്ന ദിവസം വൈകിട്ടേ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലാകുമ്പോ അതിന്റെ തിരക്കുകളുണ്ട്. നമുക്ക് ഡോക്ടറിനെ കാണണമെങ്കിൽ നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഇന്നേ ബുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ ഗൈസ്, നമുക്കൊരു ഓൺലൈൻ ഒരു ആപ്പ് ഉണ്ട്, ആപ്പല്ല ഒരു സൈറ്റ് ഉണ്ട്, അതുവഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OP എടുക്കണം, ക്യൂ നിൽക്കണം. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്രയ്ക്കും വിശ്വാസമുണ്ട്. അത് മാത്രമല്ല നല്ല ഹോസ്പിറ്റലാണ്. ഇവളെ ചേച്ചിയുടെ 3 ഡെലിവറിയും അവിടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവള് ഫാമിലിയും എല്ലാരും പറഞ്ഞ് ഇവിടെ അടുത്ത് നമുക്കിപ്പോ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഏറ്റവും അടുത്ത് ഈ ഹോസ്പിറ്റലാണ്. അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഒക്കെ ആണെങ്കിൽ നമുക്ക് 40 കൂടുതൽ കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അവിടെ ഒരു എമർജൻസിയിൽ നമുക്ക് എല്ലാവരുടെ അത്ര ദൂരമല്ലേ കേസ്. അതുകൊണ്ടാണ് നമ്മള് ഇവിടെ തന്നെ ഇവളെ ചേച്ചിക്ക് ഡെലിവറി ആയപ്പോ എവളായിരുന്നു കൂടെയൊക്കെ നിന്നത്. അപ്പൊ ഇവക്ക് എല്ലാം അറിയാം, അവിടെ എന്തൊക്കെ എവിടൊക്കെയാണ് എല്ലാ സ്ഥലവും ഇവക്ക് അറിയാം. നമ്മളാണ് രശ്മി ഡോക്ടർ. എല്ലാരും ഫ്രണ്ട്ലി, നേഴ്സ്, സ്റ്റാഫ് എല്ലാരും ഫ്രണ്ട്ലി. ഇനി കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കരമായിട്ട് ഗ്ലാസ് കാണുന്നില്ല. ഇപ്പൊ എന്നും ഗൈസ് വൈകിട്ട് മഴയാ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തിയിരിക്കുന്നു. വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ കൊച്ചിലെ കണ്ടോ. കിടന്ന് ചാടുന്നെന്ന് കളിക്കുന്നെന്ന്. അനങ്ങണില്ലേ ഡോക്ടർ, ഇന്ന് ഞാൻ ഈ ഞാനൊക്കെ പോന്നോളൂ. നിന്റെ അച്ഛൻ വന്നപ്പോ നീ അനങ്ങുന്നില്ലല്ലേ, എന്നിട്ട് അവളിട്ട് തിരിച്ച് മറിച്ചൊക്കെ കിടത്തിയിട്ട് അനങ്ങി. ഇങ്ങോട്ട് ഇപ്പൊ അനങ്ങും. കാല് കണ്ടാ, കാല് ചവിട്ടി എങ്ങനെ കിടക്കുന്ന ഈ ഷേപ്പിലാണ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നു. ഞാൻ വരക്കടാ എടാ അച്ഛാ. ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും ഡോക്ടർ ഞാൻ വിളിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫുഡ് കഴിച്ചിട്ടുണ്ട്, നമ്മള് വെജിറ്റേറിയൻ ആണ് ഇന്ന് കഴിച്ചത് ഗായ്സ്. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഞാൻ എന്റെ കൊച്ചിനെ കണ്ടായിരുന്നു. അല്ല, നമ്മുടെ കൊച്ചിന്. എന്നെ വിളിച്ചിട്ട് അങ്ങനെ തന്നെ അറിഞ്ഞത്. അവന്റെ അനക്ക് തന്നെ ഉണ്ടല്ലേ അച്ഛാ, അതേ മൂക്ക്. ഈ ഇതളൊക്കെ പൂർണ്ണ രൂപത്തിൽ. അതെ, കാളെ പോലെ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ? നമ്മള് അങ്ങളെ അമ്മ കയറ്റി കൊടുത്തില്ല. ഇതിപ്പോ കള്ളനാ കള്ളിയാ കണ്ടോണ്ടിരിക്കുക, അതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഇന്ന് നമുക്കിനി ഡോക്ടറിനെ കാണാൻ വേണ്ടി 2-3 ദിവസം കഴിഞ്ഞ് പോകണം. അപ്പൊ ഗൈസ് എന്തായാലും ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു. അപ്പൊ നിങ്ങളും ഹാപ്പി എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ, ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അപ്പൊ ഇനി ഇതിലുള്ള വരെ ബൈ. പിടിയുള്ള പട്ടിയെ നമ്മൾ ഔട്ടാണ് വിളിച്ചേക്കുന്നത്. ലൈക്ക് ചെയ്യാൻ ശരിയാ.